Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So ഇന്ന് we are going to talk about the viral penguin. നമ്മുടെ ഫീഡിനകത്തെല്ലാം ലൈക്ക് ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിലും വാട്സാപ്പിനകത്താണെങ്കിലും ലൈക്ക് ഓൺ ഫേസ്ബുക്ക് എവ്രിവെയർ ഇപ്പോൾ ഒരു പെൻഗ്വിനാണ് താരം. കാരണം ആ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സീരീസിൽ ലൈക്ക് വെൻ ദേ ആർ ക്ലോസ്ലി മോണിറ്ററിങ് ദിസ് കോളനി ഓഫ് പെൻഗ്വിൻസ്, ഇതിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ ഫീഡിങ് ഗ്രൗണ്ട്, അതായത് കടലിലേക്ക് ഈ മത്സ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് കടലിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ ദർ ഇസ് നോ ലൈക്ക് ഇൻസ്പിറേഷൻ ഫോർ ദിസ് പെൻഗ്വിൻ ടു വാക്ക് അവേ. ഇതിനെ തിരിഞ്ഞ് നടക്കാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ തന്നെ ഈ പെൻഗ്വിൻ തിരിഞ്ഞ് നടക്കുകയാണ്. സോ അന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ അവിടെ വെച്ച് തന്നെ ചോദിക്കുന്നുണ്ട്, ബട്ട് വൈ? മുകേഷിൻ്റെ ബട്ട് വൈ അല്ല, ലൈക്ക് എന്തുകൊണ്ട് എന്ന് ആർക്കും മനസ്സിലാവാത്ത ഒരു അസ്റ്റോണിഷ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ബട്ട് വൈ ആയിരുന്നു. ലൈക്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫില്ലിങ് ഇൻ ടു ഹിസ് മൈൻഡ്. എന്തുകൊണ്ട് എന്ന് വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതിന് ടിൽ ഡേറ്റ് അതിങ്ങനെ ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നൗ 2026 വൈ ദിസ് ഹാസ് ബിക്കം വൈറൽ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് അസ്, ഇതിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇന്ന് ആ പെൻഗ്വിനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ലൈഫ് കണ്ടീഷൻസിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട്. സോ അതെങ്ങനെയുള്ള ആൾക്കാർക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു സെയിം കേസ് ലൈക്ക് വി ആർ ഫോളോയിങ് എ മെട്രിക്സ്. നമ്മളൊരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അതായത് സാധാരണ ആൾക്കാർ ഇപ്പോൾ ജോലിക്ക് പോകുന്നു, വരുന്നു, 9 to 5 ചെയ്യുന്നു, ഒരു ഫാമിലി ആയിട്ട് വരുന്നു, എന്നിട്ട് അവർ താമസിക്കുന്നു, വീണ്ടും ഫീസ് അടയ്ക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കുറേ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. പക്ഷേ ഇതിനിടയിൽ ചിലപ്പം അത് ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിനിടയിൽ 1-2 ആൾക്കാർ ചിലപ്പം കംപ്ലീറ്റ്ലി ഒരു യൂട്ടേൺ എടുക്കും. അപ്പോൾ നമ്മൾ തന്നെ, എൻ്റെ ഇതിൽ തന്നെ ഞാൻ ഫസ്റ്റ് ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. ലൈക്ക് പെട്ടെന്ന് അവർ ഫ്ലിപ്പാവും ആൻഡ് ദെൻ ദേ ചൂസ് ടു വാക്ക് ദെയർ ഓൺ വേ. ഇങ്ങനെ എല്ലാവരും നടക്കുന്ന വഴിയിൽ സഞ്ചരിക്കാതെ അവർ സ്വന്തമായിട്ട് അവരുടേതായ ഒരു വഴി അങ്ങ് സഞ്ചരിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. ആൻഡ് അവർ എല്ലാവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല എന്തുകൊണ്ടാണ്. അവർ ആരുടെ അടുത്തും ഒന്നും പറയാതെ തന്നെ അവർ ജസ്റ്റ് തിരിഞ്ഞങ്ങ് നടക്കും. സോ ഐ വാസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. ഞാൻ ഈ മെട്രിക്സ് ഫോളോ ചെയ്യാത്ത ഒരാളാണ്. സോ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ പെൻഗ്വിനായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇന്ന് 10 വർഷത്തിന് ശേഷം ഇന്ന് എല്ലാവരുമായിട്ട് ആ പെൻഗ്വിന് ഒരു ഇത്രയും വൈറലാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിടയിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടി വരികയാണ്. ബിക്കോസ് ഈ ഒരു നമ്മളൊരു സിസ്റ്റം, ഈ 9 to 5 ജോബ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂൾ കോളേജ് ഇങ്ങനെ പോകുന്നു, എന്നിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു, എന്നിട്ട് മക്കളെ പഠിപ്പിക്കുന്നു, ഇത് നമ്മളുടെ ഡ്രീംസ് ഫോളോ ചെയ്ത്, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാതെ ഇങ്ങനെ ഈ മെട്രിക്സിനെ ഫോളോ ചെയ്ത് പോകുന്ന ഈ പരിപാടി ഇന്ന് ഒരുപാട് പേര് അത് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ ഡ്രീംസിന് വേണ്ടി, അവരുടേതായ പാഷന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടു അവരധികം ആരുടെ പറയാറൊന്നുമില്ല. വൺ ഡേ ദേ വിൽ ജസ്റ്റ് ടേക്ക് എ ഡിസിഷൻ. ഇപ്പം ഒരുമിച്ച് ഒരു കൂട്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ആ പെൻഗ്വിൻ ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് അതിനൊരു ആസ്പെക്റ്റ് ഉണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ള 2 പാഠം എന്ന് പറഞ്ഞാൽ, ഓൾവേസ് ദാറ്റ് പെൻഗ്വിൻ ടോട്ടേഴ്സ് ലൈക്ക് ഗ്രൂപ്പിൽ നടക്കാതെ തിരിഞ്ഞ് നമ്മളുടെ ലക്ഷ്യം, ലൈക്ക് 70 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു മല ലക്ഷ്യമാക്കിയിട്ട് ഒറ്റയ്ക്ക് നടന്ന് നീങ്ങി ആ പെൻഗ്വിനാണ് ഇപ്പോൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈക്ക് ഇറ്റ് ഈസ് എ ലൈഫ് ലെസൺ ദാറ്റ് വി ഷുഡ് ടേക്ക് ഫ്രം ഇറ്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെടുത്തും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യരുത്. ബിക്കോസ് ദേ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. ഈ പെൻഗ്വിൻ ആരെടുത്തും ഒന്നും പറയാൻ നിന്നില്ല, ഒന്നും പറഞ്ഞില്ല. ആരടുത്തും എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും, അവിടെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കാനോ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് നടന്നു പോയിക്കൊണ്ടിരുന്നു. അറ്റ് എ മൊമെൻറ്റ് ആ ഒരു റിയലൈസേഷൻ കിട്ടിയത്, ലൈക്ക് നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ലൈക്ക് ഐ എം നോട്ട് ഗോണ ഫോളോ ദ സിസ്റ്റം, ഐ എം നോട്ട് ഗോണ ഫോളോ ദാറ്റ്, ദിസ് ഇസ് നോട്ട് ഹൗ മൈ ലൈഫ് ഇസ് ഗോണ ബി. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് മതി, അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യും, ബിക്കോസ് ഐ ജസ്റ്റ് ഹാവ് 1 ലൈഫ് എന്ന് ചിന്തിച്ച് പോകുന്ന ഒരു മൊമെൻറ്റ് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് ഒരിക്കലും മനസ്സിലാവില്ല. ആൻഡ് ദിസ് ലെസൺ ഐ എം ഓൾസോ ടെല്ലിങ് യു, നിങ്ങൾ അങ്ങനെ ഒരാളാണ്, നിങ്ങൾ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ട്രൈങ് ടു ലൈക്ക് വാക്ക് യുവർ ഓൺ വേ, നെവർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് അബൌട്ട് യുവർ പ്ലാൻസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും. കാരണം ഇറ്റ് ഈസ് നെവർ ദെയർ ഡ്രീം. ഇത് അവരുടെ സ്വപ്നമല്ല. ദേ ആർ വയേർഡ് ടു ബി ലൈക്ക് ടു ജസ്റ്റ് ഫോളോ ദ സിസ്റ്റം. അവരുടെ കംപ്ലീറ്റ് സിസ്റ്റം അങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത്. ലൈക്ക് ദേ ആർ നോട്ട് പീപ്പിൾ ഹു ആർ ലൈക്ക് ഫിറ്റ് ഇനഫ് ടു ലൈക്ക് വാക്ക് ദെയർ ഓൺ വേ. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ഇത് എൻ്റെ വഴി ഇതാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം ടെല്ലിങ് യു, നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവുക അല്ലാതെ ദർ ഇസ് നത്തിങ് ഗുഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. സോ ദീസ് ആർ the 2 things that make this penguin viral.
സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു ലൈക്ക് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വൈറലാവാനുള്ള ഇറ്റ്സ് ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ആണ്. ലൈക്ക് ഒരു 10 വർഷത്തിന് ശേഷം എന്തുകൊണ്ട് ആ പെൻഗ്വിൻ തിരിഞ്ഞ് നടന്നു എന്ന് ഒരു 70 കിലോമീറ്ററിന് അപ്പുറമുള്ള ഒരു മലയെ ലക്ഷ്യമാക്കി, ഒരു മഞ്ഞുമലയെ ലക്ഷ്യമാക്കി എന്തുകൊണ്ട് അത് നടന്ന് നീങ്ങി അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒന്നും പറയാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനിപ്പുറം നമ്മൾ ഒരുപാട് മനുഷ്യരും അങ്ങനെ നടന്ന് നീങ്ങുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സോ അതൊരു മെറ്റഫറായിട്ടാണ് ഇന്ന് ആൾക്കാർ കണ്ട. അതാണ് ഇപ്പം വൈറലാക്കി. കാരണം എസ്പെഷ്യലി മില്ലേനിയൽസ് ആൻഡ് ജെൻസി ഒരുപാട് പേര് ഈ ഒരു സിസ്റ്റം ലൈക്ക് ഈ ഒരു കൾച്ചറിലോട്ട് വരികയാണ്. ബിക്കോസ് ദേ ആർ ചൂസിങ് ടു ഫോളോ ദിയർ ഓൺ ഡ്രീംസ്. ആ ഒരു പാത്ത് ഫോളോ ചെയ്യാനാണ് അവർ, അവരുടേതായ സ്വപ്നങ്ങൾ ചേസ് ചെയ്യാനാണ് അവർ നിൽക്കുന്നത്. അവർ ആരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാറൊന്നുമില്ല. ഐ എം എ പേഴ്സൺ ഹു ഡസൻ എക്സ്പ്ലെയിൻ എനിത്തിങ് ടു എനിവൺ. എൻ്റെ പ്ലാൻസും കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഐ ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് മൈ ഗോൾ ഇസ് ആൻഡ് ഐ വിൽ ജസ്റ്റ് വർക്ക് ഫോർ ദാറ്റ്. അല്ലാതെ എനിക്ക് ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഐ വുഡ് പേഴ്സണലി ലൈക്ക് ഐ വുഡ് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. എനിക്കത് ഐ വിൽ ബി ഡിപ്രസ്ഡ്. എനിക്കത് ഒരിക്കലും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ദെയർ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വൈ ദ പെൻഗ്വിൻ വാക്ക്ഡ് അവേ. സോ നമുക്കും ഇതൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്ത് നമ്മളുടെ ലൈഫിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമ്മളുടെ ലൈഫ് കുറച്ച് പ്രൈവറ്റ് ആക്കി വെക്കാനും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യാതിരിക്കാനും നമുക്കിതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ലൈക്ക് ഇറ്റ്സ് നോട്ട് ആൻ എക്സാമ്പിൾ, ഇറ്റ്സ് എ ലെസൺ. സോ ദിസ് ഇസ് വാട്ട് ദ പെൻഗ്വിൻ ലൈക്ക്, അതാണ് നമുക്ക് ഈ പെൻഗ്വിൻ പഠിപ്പിച്ചിരുന്നത്. ഇറ്റ് ടീച്ചസ് അസ് ലൈക്ക് ഇറ്റ് ടോട്ട് അസ് എ ലോട്ട് ഓഫ് തിങ്സ്. അതിൽ 2 കാര്യങ്ങളാണിത്. ഇതെല്ലാവർക്കും അവരുടേതായ രീതിയിൽ അവരുടേതായ വേർഷൻസ് ഉണ്ട്. ആൻഡ് അതിനാണ് ഇത്രയും വൈറലാവാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയ 2 വേർഷനാണിത്. ഇതിന് തന്നെ ഒരുപാട് വേർഷൻസ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ആൻഡ് ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും അധികം പോപ്പുലറായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.